ശരി, അപ്പൊ നമ്മളെ ബീഹാറിലേക്കാണ് സെഫിനി പോകുന്നത്. തെരഞ്ഞെടുപ്പ് അതിന്റെ ഒരുപാട് നീക്കങ്ങൾ, രാഷ്ട്രീയ കളികളൊക്കെ കഴിഞ്ഞു, ആ തിരക്കൊക്കെ അവസാനിച്ചു. ഇനി ബീഹാറിൽ എന്തൊക്കെ കാഴ്ചയാണുള്ളത്? മാത്രമല്ല, ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് എടുക്കാൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ പോയ ഞങ്ങളുടെ സംഘങ്ങൾ കണ്ട അവിടുത്തെ കാഴ്ചകൾ, വിശേഷങ്ങൾ അത് തീരുന്നില്ല അല്ലെ? അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളൊക്കെ അവസാനിച്ചതോടെ ഒഴുകിയെത്തിയ മരത്തടികൾ കൊണ്ടുപോവുകയാണ് നാട്ടുകാർ. കോസി നദിയിലാണ് മരങ്ങൾ ഒഴുകി വന്നത്. ധീരന്മാരായ ഡുമരിയക്കാരാണ് ഒഴുകി വന്ന തടികൾ പിടിച്ചെടുത്തത്. നേപ്പാളിൽ നിന്നും ഒഴുകി വരുന്നതാണ് ഈ തടികൾ പിടിച്ചെടുക്കാൻ ഒന്നല്ല, ഒരുപാട് വേലായുധന്മാർ ഈ ഡുമരിയ ഗ്രാമത്തിലുണ്ട്. കടപുഴകി ഒഴുകിയെത്തുന്ന തടികൾ കയറിട്ട് പിടിക്കുകയാണ് പതിവ്. ഒരു സംഘം ആളുകൾ ചേർന്നാണ് പിടിച്ചെടുക്കുക. കിട്ടുന്ന തടികൾ ഇവർ വീതിച്ചെടുക്കും. ഒരു മരമാണ് കിട്ടുന്നതെങ്കിൽ പോലും തുല്യ കഷണങ്ങളാക്കി മുറിച്ചെടുക്കും. फिर उनको वहाँ से ट्रैक्टर या कोई सवारी पे वाहन पे लोड करके फिर उनको बाजार ले जाने के लिए फिर वो लगेगा, फिर वहाँ पे चिराने के लिए फिर उनको पैसा लगेगा, फिर पैसा रहने पे तो उनको चिरा के फिर बेच सकता है ना। जब यहाँ पे वैसे कुल्हाड़ी से अपना काट के जैसे घर में काम करने वाला वो कर लेता है. നേപ്പാളിലെ വനത്തിൽ പെയ്യുന്ന പേമാരിയാണ് മരങ്ങളെ മൂടോടെ പിഴുത് നദിയിലൊഴുക്കുന്നത്. പ്രളയജലത്തോടൊപ്പം മരങ്ങൾ അതിർത്തി കടന്ന് ബീഹാറിലെ സുപോൾ ജില്ലയിലേക്ക് ഒഴുകും. കോസി നദി വഴിമാറി ഒഴുകിയപ്പോൾ ഈ പ്രദേശത്തെ വീടുകളും കാലിത്തൊഴുത്തുമെല്ലാം ഒഴുകിപ്പോയി. വെള്ളം തിരിച്ചിറങ്ങിയതോടെ തടി കഷണങ്ങളാക്കി ഉരുട്ടിയെടുക്കുകയാണ്. കുടുംബാംഗങ്ങളുടെ സഹായത്തോടെയാണ് കൊണ്ടുപോകുന്നത്. വീട്ടുപകരണങ്ങൾ നിർമ്മിക്കാനും ഒഴുകിപ്പോയ വീടുകൾക്ക് പകരം പുതിയ കൂര നിർമ്മിക്കാനും ഈ തടി ഉപയോഗിക്കും. എല്ലാം കവർന്നെടുക്കുക മാത്രമല്ല, ചിലത് കോസി സമ്മാനിക്കാറുമുണ്ട്. രാജ്യാതിർത്തി മറികടന്നെത്തുന്ന ഈ തടികൾ ഇനി ഡുമരിയക്കാർക്ക് സ്വന്തം. ബീഹാറിൽ നിന്നും അതുൽ ചന്ദ്രനൊപ്പം ഡി ധനസുമോദ്, മീഡിയ 1. അപ്പൊ ഈ ധീരന്മാരായ ഡുമരിയക്കാരിൽ നിന്നാണോ നരൻ എന്നുള്ള സിനിമ ഉണ്ടായത് എന്നൊരു സംശയമുണ്ട്. കോസി നദിയിലെ മുള്ളംകൊല്ലി വേലായുധന്മാരെയാണ് ധനസുമോദ് പരിചയപ്പെടുത്തിയത്.